35-ാം സങ്കീർത്തനം 28-ാം വാക്യം. എന്റെ നാവ് നിന്റെ നീതിയെ നാടെല്ലാം 27-ാം വാക്യം കൂടി ഘോഷിച്ചാനന്ദിക്കട്ടെ. ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ തന്റെ ദാസന്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ. ഓണക്കാലമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ഓണപ്പാട്ട് പഠിപ്പിച്ചാൽ എന്താണ്. അപ്പോ ഞാനിങ്ങനെ കോട്ടയത്തു നിന്ന് യാത്ര ചെയ്തിങ്ങോട്ട് വന്നപ്പോൾ ഒരു ഓണപ്പാട്ട് ഞാനത് കുറിച്ചു. അത് പാടട്ടെ. നിങ്ങൾ എന്നെ വീട്ടിൽ ചെന്ന് തിരുമേനി ഓണപ്പാട്ട് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് ഞാൻ ആലോചിക്കാതിരുന്നില്ല. ഈ ഓണപ്പാട്ട്, ഓണത്തപ്പൻ, പൂക്കളം ഇതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോഴൊരു വേറൊരു ചിന്തയൊക്കെ വരും. എന്നാലും ഞാനൊരു ഓണപ്പാട്ട് പാടിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് പാടിക്കേൾപ്പിക്കട്ടെ? ഇഷ്ടമാണോ നിങ്ങൾക്ക്? ഓണം ഉണ്ണണം. എന്തോ പാട്ട. ഓണം ഉണ്ണണം, ഓണം ഊട്ടിടേണം, ഓണം ഉണ്ണണം, ഓണം ഊട്ടിടേണം. ഉണ്ണണം അതെല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. പക്ഷെ ഓണം ഊട്ടിടേണം. ഓണം കൂട്ടാതെ ഉണ്ണുന്നത് ഓണമല്ല. ആരെയെങ്കിലും കൂട്ടാതെ ഉണ്ണുന്നത് ഓണമാണോ? നമ്മുടെ വീട്ടിലെ എല്ലാ വീടുകളിലും ഓണം വരുമ്പം ആരെയെങ്കിലും ഉണ്ടാക്കി ഊട്ടി ഉണ്ണുകയാണെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഓണവിഭവങ്ങളെല്ലാം നമ്മൾ തയ്യാറാക്കി തന്നെത്താൻ രാവിലെ മുതൽ കഴിച്ചുകൊണ്ടിരുന്ന ഓണമാവോ? പക്ഷെ
അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓണം ഉണ്ടാൻ മാത്രം പോരാ, ഊട്ടുകയും കൂടെ വേണം. പക്ഷേ ഓണം ഊട്ടണം എന്ന് പറയുമ്പോൾ ഓണം ഉണ്ണാൻ നിർവാഹമില്ലാതിരിക്കുന്നവരെയും കൂടെ ഊട്ടാതെ ഒരു ഓണം ഉണ്ടെങ്കിൽ അത് ഓണമായോ? അന്നേരം ആരും ഒന്നും മിണ്ടുന്നില്ല. കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചു. അതുവരെ പറഞ്ഞത് തിരിച്ച് ഇഷ്ടമായി. പക്ഷെ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് വന്നപ്പോ ഈ വർഷത്തെ ഓണം ശരി ഓണമായോ എന്നൊരു ചിന്ത, ഒരു മനപ്രയാസം പോലെ ഒരു ചിന്ത. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ടുണ്ടാക്കിയത്. ഓണം ഉണ്ണണം, ഓണം ഊട്ടിടെ. അല്ലാതെ ഊട്ടണമെന്നൊന്നും മാത്രമല്ല, ഓണം ഉണ്ണണം, ഓണം ഊട്ടിടെ. അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ പാടിയില്ലല്ലോ. നിങ്ങളുടെ കൂടെ വലിയ പാട്ടുകാരല്ലയോ? നിങ്ങളെല്ലാം വലിയ പാട്ടുകാരല്ലേ? തിരുവനന്തപുരം മദ്രാസിനൊക്കെ വലിയ പാട്ടുകാരാണ്. പക്ഷെ ഞാൻ പാടിയ പോലെ നിങ്ങൾ പാടിയോ? ഓണം ഉണ്ണണം, ഓണം ഊട്ടിടെ. പൊട്ടിച്ചിരിക്കണം, ചിരിപ്പിച്ച് ചിരിച്ചിട്, പൊട്ടിച്ചിരിച്ചിടേണം, പൊട്ടിച്ചിരിപ്പിച്ച് ചിരിച്ചിടേണം. രണ്ടും ആരെങ്കിലും ഒക്കെ ഒറ്റപ്പെട്ടൊക്കെ കഴിയുന്നത് എന്നെ ഓണമാ എന്ന് ചോദിക്കുന്നവരില്ലേ? ഓ, ഞാനിവിടെ ഒറ്റയ്ക്ക് എന്നാ ഓണമാ, വേലക്കാരി വന്നു വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കാര്യമൊക്കെ ചെയ്യാൻ എന്നാ ഓണമാ എന്ന് ചോദിക്കുന്ന ധാരാളം ഒറ്റപ്പെട്ടവരില്ലയോ? അവര് അടുത്തൊന്ന് പോയി നിങ്ങൾ പൊട്ടിച്ചിരിപ്പിച്ചങ്ങ് ചിരിച്ചു. അല്ലാതെ പിന്നെ അപ്പൊ അങ്ങനെ വല്ല ഓണം ഇപ്രാവശ്യം ഉണ്ടായോ? എങ്ങനെ വീർത്ത മുഖമായിട്ടല്ലേ എപ്പോഴും നടക്കുന്നത്? വീർത്ത മുഖമായിട്ട് നടക്കുക, പൊട്ടിച്ചിരിക്കാൻ പോലും ഉള്ള മനസ്സിൽ ഒരു ഭാവമില്ല, പിന്നെ വേറെ ആളെ ചിരിപ്പിക്കുന്നു. ഈ പ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങൾ പൊട്ടിച്ചിരിച്ചോ? ഇല്ല. ചിരിച്ചോ? ആട്ടെ, ആരെങ്കിലും പൊട്ടിച്ചിരിപ്പിച്ച് നമ്മൾ ചിരിച്ചോ? അവിടാണ് നമ്മുടെ പ്രശ്നം. ഓണം കൊണ്ടു പൊട്ടിച്ചിരിച്ചു, ഓണം കൂട്ടിയോ? ഒന്നും ചിരിച്ച് മറ്റുള്ളവരെയും കൂടെ ചിരിപ്പിച്ച് ഓണം ഊട്ടി ഉണ്ണുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായോ? കേട്ടോ, നിങ്ങൾ വളരെ ഗൗരവമായില്ലേ? മുഖത്ത് നോക്കിയാൽ അറിയാം, ഗൗരവമായില്ല. പണ്ടൊക്കെ ആണെങ്കിൽ പണ്ടത്തെ ഓണം എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെയായിരുന്നു ഓണം അല്ലേ? ഊട്ടി ഉണ്ണുക, ചിരിപ്പിച്ച് ചിരിക്കുക, കൂടെ കൂട്ടായി ചിരിപ്പിച്ച് ചിരിച്ചിടേണം, കൂട്ടായി ചിരിപ്പിച്ച് ചിരിച്ചിടേണം. അതാണ്. അപ്പൊ എന്റെ പാട് കാണാതെ പറയാമോ? സിമ്പിൾ അല്ലയോ? ഓണം ഉണ്ണണം, ഓണം കൂട്ടിടേണം, പൊട്ടിച്ചിരിക്കണം, പൊട്ടിച്ചിരിപ്പിച്ചങ്ങ് ചിരിച്ചിടേണം, കൂട്ടായി ചിരിപ്പിച്ച് ചിരിച്ചിടേണം, കൂട്ടായി ചിരിപ്പിച്ചങ്ങ് ചിരിച്ചിടേണം. എന്നാ കാണാൻ പഠിച്ചു വെച്ചിരിക്കുക. നിങ്ങളെല്ലാം കാണാനല്ലേ? നിങ്ങൾ വലിയ മെഡിക്കലുകളല്ലയോ, വലിയ പാർട്ടികളല്ലയോ? ഇതെല്ലാം കാണാതെ ഓണം ഊട്ടിടേണം,
പൊട്ടിച്ചിരിക്കണം, പൊട്ടിച്ചിരിപ്പിച്ചങ്ങ് ചിരിച്ചിടേണം. കൊടുകൂടെ കൂട്ടായി ചിരിപ്പിച്ച് ചിരിച്ചിടേണം. കൂട്ടായി ചിരിപ്പിച്ചങ്ങ് ചിരിച്ചിടേണം. പാടി പാടി സ്തുതിച്ചിടേണം. നാഥനെ പാടി പുകഴ്ത്തിടേണം. പാടി സ്തുതിച്ചിടേണം. നാഥനെ പാടി പുകഴ്ത്തിടേണം. എങ്കിലേ നിന്റെ ഈ പാട്ട് തമ്പുരാൻ കേൾക്കുന്നു. ഈ പാട്ട് തമ്പുരാൻ കേൾക്കണമെങ്കിൽ, ഈ സ്തുതി തമ്പുരാൻ കേൾക്കണമെങ്കിൽ എന്തോ ചെയ്യണം? നാഥനെ പാടി പുകഴ്ത്തിടേണം. എങ്ങനെ? ഊട്ടിയിൽ ചിരിപ്പിച്ചു, ഊട്ടി ഉണ്ടും ചിരിപ്പിച്ച് ചിരിച്ചു. കുടുകൂടെ കൂട്ടായി, കണ്ടോ? കുടുകൂടെ കൂട്ടായി. ഏതായി കൂട്ടായി? എല്ലാരും കൂടെ ചേർന്ന്. ആരായി എല്ലാരും? ആരായി? ഇല്ലാത്തവരും ഒറ്റപ്പെട്ടവരും, ഒറ്റപ്പെട്ടവരും, അവരെ എല്ലാം കൂടെ കൂട്ടായി ചിരിപ്പിച്ച് ചിരിച്ചിടേണം. നാഥനെ സ്തുതിച്ചിടേണം. പാടി സ്തുതിച്ചിടേണം. നാഥനെ പാടി പുകഴ്ത്തിടേണം. എന്റെ പാട്ട് കാണാതില്ലാമോ? ചൊല്ലി നോക്കിയാലോ? ശരി, ചൊല്ലാൻ പോവാ. ഓണം ഉണ്ണണം, ഓണം ഊട്ടണം. ഊട്ടിടേണം. ഓണം ഉണ്ണണം, ഓണം ഊട്ടിടേണം. പൊട്ടിച്ചിരിക്കണം, പൊട്ടിച്ചിരിപ്പിച്ചങ്ങ് ചിരിച്ചിടേണം. കൂടുകൂടെ കൂട്ടായി ചിരിപ്പിച്ച് ചിരിച്ചിടേണം. പാടി സ്തുതിച്ചിടേണം. നാഥനെ പാടി പുകഴ്ത്തിടേണം. നാഥനെ പാടി പുകഴ്ത്തിടേണം. അങ്ങനെ ഒരു ഓണം ഉണ്ടായോ? അങ്ങനെ ഒരു ഓണം ഇപ്രാവശ്യം ഉണ്ടോ? അങ്ങനെ ഒരു ഓണം ഇപ്രാവശ്യം ഉണ്ടായോ? ഇല്ലാത്തവരുടെ കൂടെ ചെന്നിരുന്ന് ഓണം ഉണ്ണാനെത്തോ? അങ്ങനെന്നില്ലേലും അവരെ ഇങ്ങ് വിളിച്ച്, നിങ്ങൾ ഓണം ഉണ്ടെന്നുണ്ട് വലിയ വലിയ പുള്ളികളെല്ലയോ വിളിക്കുന്നത്? മോശക്കാരെ നിങ്ങളെക്കായി വലിയ പുള്ളികളെ വിളിച്ച് ഓട് കൊടുത്തിട്ട്, ഓ എൻ്റെ വീട്ടിൽ അവര് വന്നു ഇവര് വന്നു എന്നൊക്കെ പറഞ്ഞ് വീം പിടിച്ച് ഓണം ഉണ്ടു ഇപ്രാവശ്യം അല്ലേ? അങ്ങേപ്പുറത്തെ അവകാശനും പെണ്ണും പിള്ളേയും കൂടെ വന്നു. ഇങ്ങേപ്പുറത്തെ മെമ്പറും ഭാര്യയും കൂടെ വന്നു. അവയിൽ വിളമ്പി മുപ്പേരി മുപ്പേര് തന്നെ കൊടുത്തു. മുപ്പേര് തന്നെ ഇതിനൊക്കെ വീ പഠിക്കും. ഓണം 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 ഉണ്ണണം, ഓണം ഊട്ടിടേണം. പൊട്ടിച്ചിരിക്കണം, പൊട്ടിച്ചിരിപ്പിച്ചങ്ങ് ചിരിച്ചിടേണം. കുടുകൂടെ കൂട്ടായി ചിരിപ്പിച്ചങ്ങ് ചിരിച്ചിടേണം. പാടി പുകഴ്ത്തിടേണം. നാഥനെ പാടി സ്തുതിച്ചിടേണം. നാഥനെ പാടി പുകഴ്ത്തിടേണം. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും തരുന്നു. എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലിരിപ്പ് നന്നായി അറിയാം. ഇനി എന്തുവാ ചെയ്യേണ്ടതെന്ന് അച്ഛൻ പറയും. ഇനി സെക്രട്ടറി അച്ഛൻ പറയാനില്ല. സെക്രട്ടറി അല്ലല്ലോ.
വൈസ് പ്രസിഡന്റ് ഉപാധ്യക്ഷൻ അച്ഛൻ പറയുന്നത് പോലെ പറഞ്ഞാൽ ഇപ്പം തൽക്കാലം ഞാൻ ഇരുന്നോളാം. ഈ മീറ്റിംഗിന് ആശംസ അറിയിക്കുന്നതിനായി ആയൂർ മണ്ഡലം പ്രസിഡന്റ് ബഹുമാനപ്പെട്ട VK തോമസ് അച്ഛനെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വന്യ തിരുമേനി, വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അനുഗ്രഹീതമായ നിമിഷത്തിനായി ദൈവത്തെ ആദ്യമേ മഹത്വപ്പെടുത്തുകയാണ്. തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ മർത്തമറിയ സമാജത്തിൻ്റെ 47ാം ഏകദിന സമ്മേളനത്തിൽ പങ്കുചേരുവാനിടയായത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ 2 ശ്രേഷ്ഠ വനിതകളെ കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായിരുന്നു. വളരെ ആഴമേറിയ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പതിക്കുമ്പോൾ അത് പരീക്ഷയുടെ ഒരു കാലഘട്ടം എന്നതിനേക്കാൾ അപ്പുറമായി ജീവിതത്തിൻ്റെ ഒരു അനുഭവമായി മാറുവാനായി നമുക്കെല്ലാവർക്കും ഇടയായി തീരണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഏകദിന സമ്മേളനത്തിന് ആയൂർ മണ്ഡലത്തിൻ്റെ എളിയ ശുശ്രൂഷ എന്ന പേരിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹം അറിയിക്കട്ടെ. ഇനിയും നമുക്ക് വിവാഹ ധനസഹായ വിതരണമാണ്. പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്, നമുക്ക് 6 പേർക്കാണ് ഈ വർഷം വിവാഹ ധനസഹായ വിതരണം നൽകുന്നത്. അഭിനന്ദന തിരുമനസ്സുകൊണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 6 കുടുംബങ്ങളെ ഇത് അറിയിച്ചിട്ടുണ്ട്. ആ കുടുംബങ്ങളിൽ നിന്ന് അപേക്ഷക വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിപ്പോൾ നൽകുകയുള്ളൂ. അല്ല എങ്കിൽ അത് പിന്നീട് അഭിനന്ദന തിരുമനസ്സിൻ്റെ കയ്യിൽ നിന്ന് അപേക്ഷക തന്നെ നേരിട്ട് വാങ്ങേണ്ടതാണ് എന്നുള്ള കാര്യവും ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇപ്പോൾ ഓരോരുത്തരുടെയും പേര് വിളിക്കുന്ന മുറയ്ക്ക് മുന്നോട്ട് വന്ന് ഏറ്റുവാങ്ങണം. ആദ്യം സിന്ധു സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് ശാന്തനൂർ. സിന്ധു സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് ശാന്തനൂർ. രണ്ടാമത് ചിന്നമ്മ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് ചെറുവക്ക്. മൂന്ന് മേഴ്സി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് 5. നാല് മോളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് മാക്കുളം. മോളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് മാക്കുളം. 5 ആലീസ് മാത്യു സെന്റ് ജോൺസ് ഓർത്തഡോക്സ് ചർച്ച് അടുതല. 6 മിനി ബേബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് അടുതല. അത് പിന്നീട് അഭിനന്ദന തിരുമനസ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ മതിയാകും. അത് അറിയിക്കുന്നതാണ് കാര്യം എന്നുള്ളതും ഈ സമയത്ത് അറിയിക്കുന്നു. അങ്ങനെ 6 പേർക്കാണ് ഇത്തവണ വിവാഹ ധനസഹായം മർത്തമറിയ സമാജത്തിന്റെ പേരിൽ ഒരാൾക്ക് 50,000 രൂപ വീതം എന്ന കണക്കിന് നൽകുന്നത്. നിശ്ചയമായും അത് നൽകുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കൈത്താങ്ങ് കൂടെയാണ് എന്നുള്ളതും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഇനിയും നമ്മുടെ ഒരു ഉപന്യാസ മത്സരം നടക്കുകയുണ്ടായല്ലോ. പരിശുദ്ധ ഔഗേൻ
കാതോലിക്ക ബാബ തിരുമനസിൻ്റെ ഓർമ്മയോട് അനുബന്ധിച്ചുള്ളത്. അതിൻ്റെ സൂപ്പർ സീനിയർ, സീനിയർ, ജൂനിയർ വിഭാഗത്തിലെ 1ഉം 2ഉം സ്ഥാനങ്ങൾ മാത്രമാണ് ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നത്. ആർക്കെങ്കിലും വ്യക്തിപരമായി എനിക്ക് എത്ര മാർക്കുണ്ട് എന്ന് അറിയണമെങ്കിൽ അതെന്നോട് ചോദിച്ചാൽ പറയുന്നതായിരിക്കും. ആരുടെയും മാർക്ക് ഇപ്പോൾ പരസ്യമായിട്ട് അനൗൺസ് ചെയ്യില്ല. സൂപ്പർ സീനിയർ വിഭാഗത്തിൽ ഫസ്റ്റ് പ്ലേസ് ലഭിച്ചിരിക്കുന്നത് പേരൂർക്കട സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകാംഗമായ രാജമ്മ ആൻഡ്രൂസ് വന്നിട്ടുണ്ട്. രാജമ്മ ആൻഡ്രൂസ് ഇങ്ങോട്ട് മുന്നോട്ട് പോരും. സൂപ്പർ സീനിയർ വിഭാഗത്തിൽ 2ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ആദിച്ചനല്ലൂർ സെന്റ് ബെഹനാൻസ് ഇടവകയിലെ പൊന്നമ്മ ലൂക്കോസ് ആണ്. പൊന്നമ്മ ലൂക്കോസ്, ശ്രീമതി പൊന്നമ്മ ലൂക്കോസ് വന്നിട്ടുണ്ട്. മുന്നോട്ട് വന്നു, മുന്നോട്ട്. ഇനിയും സീനിയർ വിഭാഗം ഫസ്റ്റ് പ്ലേസ് നാലാഞ്ചിറ സെന്റ് മേരീസ് ഇടവക അംഗമായ സുജ വർഗീസ്. സുജ വർഗീസ് വന്നിട്ടുണ്ടോ? ഇല്ല. സെക്കൻഡ് പ്ലേസ് കുലശേഖരം സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകയിൽ നിന്ന് ഏലിയാമ്മ ജോസഫ്, ശ്രീമതി ഏലിയാമ്മ ജോസഫ് വന്നിട്ടുണ്ടോ? ഇല്ല. ഇനി ജൂനിയർ വിഭാഗം ഫസ്റ്റ് പ്ലേസ് പുയപ്പള്ളി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് ഇടവക അംഗം മിനി ഷൈജു. മിനി ഷൈജു, മിനി ഷൈജു വന്നിട്ടുണ്ടോ? ഇല്ല. സെക്കൻഡ് പ്ലേസ് ജൂനിയർ വിഭാഗത്തിൽ ശ്രീകാര്യം മോർ ബസേലിയോസ് മോർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകാംഗമായ ബീനു മാത്യൂസ് സി. ബീനു മാത്യൂസ് വന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അത് കുഴപ്പമില്ല, ആള് വന്നിട്ടില്ല. ഈ 6 പേർക്കാണ് ഈ 6 പേർക്കാണ് പരിശുദ്ധ ഔഗേൻ ബാവ തിരുമനസിന്റെ ഓർമ്മ പെരുന്നാളിന് മുന്നോടിയായി നടത്തിയ ഭദ്രാസന മത്സരത്തിൽ നിന്നുള്ള 1ഉം 2ഉം സ്ഥാനങ്ങൾ ലഭിച്ചവർ. അവർക്ക് കേന്ദ്രതലത്തിൽ ഒക്ടോബർ 15-ന് ശേഷം മത്സരം ഉണ്ടാകും. അത് കൃത്യമായി ഇവർ നിങ്ങളെ അറിയിക്കുന്നു. ഇവർക്കൊരു കൈ കൊടുക്കാം. ഇനിയും ഭദ്രാസനത്തിന്റെ ഔദ്യോഗിക മാർത്തോമാ സമാജത്തിന്റെ ഔദ്യോഗിക അറിയിപ്പുകൾ നടത്തുന്നില്ല. ഭദ്രാസന കാര്യദർശി നിങ്ങളെല്ലാവരും എല്ലാം അറിയിച്ചിട്ടുള്ളതാണ്. എന്നാലും നിങ്ങളുടെ അറിവിലേക്ക് ഒരിക്കൽ കൂടി പറയുകയാണ്. ഭദ്രാസന മത്സരം ഒക്ടോബർ 25-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഇടമളയ്ക്ക് VMDM സെന്ററിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ കേന്ദ്ര പരീക്ഷ നവംബർ 23-ാം തീയതി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. സങ്കീർത്തന എഴുത്ത് മത്സരം അത് 2026 ഫെബ്രുവരി 8-ാം തീയതി അതാത് മണ്ഡലങ്ങളിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സങ്കീർത്തനം ഏതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്നോട് പറയണ്ട. ഭദ്രാസനതല മത്സരം ഒക്ടോബർ 25-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക്. ഏതാ അറിയണ്ടേ? സങ്കീർത്തനം 2026 ഫെബ്രുവരി 8. അത് അതാത് മണ്ഡലങ്ങളിൽ വെച്ചാണ് നടത്തുന്നത്. ഏതൊക്കെയാണെന്ന് പറയാം. സങ്കീർത്തനം 119-ന്റെ 65 മുതൽ 72 വരെയും, 119 73 മുതൽ 80 വരെയും, സങ്കീർത്തനം 98-ാം സങ്കീർത്തനവും 99-ാം സങ്കീർത്തനം. സെന്റ് ജോർജ് ഇടവക അംഗമാണ്. കുടുംബത്തിൽ ഒരു മരണം കഴിഞ്ഞ ദിവസം സംഭവിച്ചു. ഇന്ന് 11 മണിക്ക് അതിന്റെ സംസ്കാര ശുശ്രൂഷ നടക്കുന്നത് കൊണ്ടാണ് എത്തിച്ചേരാത്തത് എന്നുള്ളത് ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ VMDM സെന്ററിലുള്ള ഇടമലയ്ക്കൽ VMDM സെന്ററിലുള്ള വനിതാ സമാജം ആ കെട്ടിടത്തിൽ വെച്ച് വനിതാ സമാജം കേന്ദ്രത്തിൽ വെച്ച് ഇടമലയ്ക്കൽ വനിതാ സമാജത്തിൻ്റെ ഇടമലയ്ക്കൽ കേന്ദ്രത്തിൽ വെച്ച്
നമ്മൾ മെഴുകുതിരി നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. അത് ഒക്ടോബർ മാസത്തിൽ ഒരു ദിവസം സൗകര്യം നോക്കിക്കൊണ്ട് നമ്മളത് നടത്തുന്നതായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പ്രാഥമികമായ ഒരുക്കങ്ങളും അതിൽ സംബന്ധിക്കുന്നതിന്, ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന്, അത് വിജയിപ്പിക്കുന്നതിന് പ്രത്യേകമായി ആ ഭാഗത്തുള്ള വനിതകൾ, നമ്മളുടെ സഹോദരിമാർ അതിനുവേണ്ടി പ്രത്യേകം ഒരുങ്ങണം. അത് നമുക്ക് വിജയകരമാക്കുന്നത് വലിയ അനുഗ്രഹകരമായൊരു സംരംഭമായിരിക്കും എന്നുള്ള കാര്യം ശാസ്ത്രീയമായി ഭംഗിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് ആവശ്യമുള്ളവർക്ക് വിറ്റഴിക്കുന്നതിന് മാർക്കറ്റ് ഉണ്ടാകണം. ആ നിലയിലാണ് നമ്മളതിൻ്റെ ഉപകരണങ്ങളും അത് ഉപയോഗിക്കുന്ന അതിനു വേണ്ടി വരുന്ന മെഴുകുതിരി ഉൾപ്പെടെയുള്ള വസ്തുക്കളും നമ്മൾ എല്ലാം ചുരുക്കൂട്ടി വെച്ചിരിക്കുകയാണ്. താമസിയാതെ തന്നെ നമുക്ക് അത് തുടങ്ങണം. അത് തുടങ്ങുന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുന്നു. എനിക്ക് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഉണ്ണണം, കൂട്ടണം, ചിരിക്കണം, ചിരിപ്പിച്ചങ്ങ് ചിരിക്കണം, കൊടുകൂടെ ചിരിപ്പിച്ചങ്ങ് ചിരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു അവസരം എവിടെ ഈ കൂട്ടായി ഉണ്ണാനും കൂട്ടായി ചിരിക്കാനും കഴിയാത്ത ഒരുപാട് പേര് നമ്മുടെ ചുറ്റുവട്ടത്തിലുണ്ട്. പണമില്ലാത്തവർ കാണും. പണം പറ്റുമോ? മറ്റൊരു വല്ലതും ഉണ്ടോ? എനിക്കൊന്നുമില്ല. നമ്മളെ ഓരോ ഇടവകകളായി നമുക്ക് ഒരു കൂട്ടായ്മ സൃഷ്ടിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകൾ, പണമുണ്ടെങ്കിലും പണമില്ലെങ്കിലും അതൊരു വിഷയമല്ല. ഒറ്റപ്പെട്ട് കഴിയുന്ന മാതാപിതാക്കളായി, പ്രായമുള്ളവരായി, ഞായറാഴ്ച ദിവസം പള്ളിയിൽ വരാൻ നിർവാഹമില്ലാത്തവരായി, വീട്ടിൽ മാത്രം ബന്ധിക്കപ്പെട്ട പോലെ കഴിയുന്നവരായി, വാർദ്ധക്യത്തിലായിരിക്കുന്ന വയോജനങ്ങൾ നമ്മളുടെ ഓരോ പള്ളികളുടെയും ചുറ്റുവട്ടത്തിലുണ്ട്. അത് അവർക്കൊരു കൂട്ടായ്മ കൊടുക്കാൻ മർത്തമറിയം സമാജം എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഓരോ ശാഖയും ചിന്തിക്കണം. ഓരോ ശാഖയും. ഇപ്പോൾ ഈ മാക്കുളം സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവക ഉദാഹരണം എടുക്കുക. ഈ ഇടവകയിലെ മർത്തമറിയം സമാജം ഒരു മൂന്ന് പേര് കൂടി ഇങ്ങനെ പള്ളിയിൽ വരാൻ നിർവാഹമില്ലാത്ത വയോജനങ്ങളായി വീട്ടിൽ കഴിയുന്ന ആളുകളെ സന്ദർശിക്കണം. നമ്മളുടെ ചുറ്റുവട്ടത്തിൽ, ഈ മാക്കുളം പള്ളിയുടെ ചുറ്റുവട്ടത്തിൽ ഏതൊക്കെ ഭവനങ്ങളിൽ അങ്ങനെയുള്ള ആളുകളുണ്ടെന്ന് ഈ ശാഖ, ഈ ഇടവകയുടെ ശാഖാ കാര്യദർശി ഒരു കണക്കെടുക്കണം. കൂട്ടു സഹോദരിമാരെ സഹായത്തിന് വിളിച്ചുകൊണ്ട് ഒരു കണക്കെടുക്കണം. അവരുടെ നേതൃത്വത്തിൽ കണക്കെടുക്കണം. കണക്കെടുത്തിട്ട് ഈ ശാഖ 1, 2, 3 പേരടങ്ങുന്ന 1, 2, 3 കൊച്ചു കൂട്ടങ്ങളായി മാസത്തിൽ ഒരിക്കലെങ്കിലും, 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലെങ്കിലും, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ
പക്ഷെ മാസത്തിൽ ഒരിക്കലെങ്കിലും അവരുടെ വീടുകളിൽ നിങ്ങൾ ചെന്നിരിക്കണം. ഒരു പാട്ട് പാടണം, ഒരു സങ്കീർത്തനം ഉറക്കെ വായിക്കണം, ഒരു അരമണിക്കൂർ ഒന്നിച്ചിരിക്കണം, വർത്തമാനം പറയണം, അവരോടൊത്ത് ഒരല്പസമയം ചെലവഴിച്ച ശേഷം അങ്ങനെ ഒരു ദിവസം, ഒരാഴ്ചയിൽ ഒരു ദിവസം ഏതൊക്കെ വീടുകൾ പോകണം എന്നൊരു ചാർട്ട് ഉണ്ടാക്കി ആ ചാർട്ടിൻ പ്രകാരം